ഹായ് ഓൾ, ഐ എം ബാദുഷ. വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും HSST എക്സാം എഴുതാൻ പോകണല്ലേ? ഈ അടുത്ത് തന്നെ HSST എക്സാം വരാണ്. സോ HSST എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. സോ എനിവേ, നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയറിലെ HSST ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ചതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. നമ്മൾ പഠിക്കാനുള്ള കുറേയധികം ടോപ്പിക്സ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക് ഏരിയാസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ച് ആ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാം. നമ്മളെ തന്നെ ആ എക്സാമിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർഡ് ആക്കാം. അപ്പോൾ ആ പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് കുറച്ച് MCQസിൻ്റെ ഡിസ്കഷൻസ് ആണ് ചെയ്യുന്നത്. സോ HSST റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പേപ്പറാണ് ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ MCQ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ NVHSC 2023. ഇപ്പോൾ NVHSCയുടെ എക്സാം കഴിഞ്ഞുള്ളൂ. അപ്പോൾ NVHSCയുടെ എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി സെറ്റ് എക്സാംസ്, ഓക്കെ, കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ വന്നിരിക്കുന്ന സെറ്റ് എക്സാമിനൊക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ചോദിക്കാനാണ് കൂടുതൽ, HSSTക്കും അത് തന്നെ ചോദിക്കാനാണ് ചാൻസ്. അപ്പോൾ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആനുവൽ സെൻസസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ആനുവൽ സെൻസസ് ക്യാരിഡ് ഔട്ട് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു? ആനുവൽ സെൻസസ് നടത്താറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണോ, ഫണ്ടമെന്റൽ റിസർച്ച് ആണോ, ഡെസ്ക്രിപ്റ്റീവ് ആണോ, കോസൽ റിസർച്ച് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഇതുവരെ ആരും കണ്ടെത്താത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സെൻസസ് നടത്തുന്നത് എന്ന് പറയുകയാണ്. അതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അതാണോ? ഫണ്ടമെന്റൽ റിസർച്ച്, വെറുതെ ഒരു നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ സെൻസസ് നടത്തുന്നത്. ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ്? നിലവിലുള്ള ഒരു തിയറി ഉണ്ട്, ആ തിയറിയുടെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യനെയറുകൾ സർവേയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെയാണോ ഇത് ഇവർ ചെയ്യുന്നത്? ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പിലാണ് അവർ ചെയ്യുന്നത്. കോസൽ റിസർച്ച്, കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ആൻസർ ഇസ് സി, ഡെസ്ക്രിപ്റ്റീവ്. എന്തുകൊണ്ട് എക്സ്പ്ലോറേറ്ററി അല്ലാത്തത്? ഇവർക്കറിയാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെൻസസിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതായത് എന്തൊക്കെ മെഷർമെന്റ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പം മെഷർമെന്റ് ഒന്നും അറിയില്ല എങ്കിലാണ്, ഒരു തരത്തിലുള്ള തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല എങ്കിലാണ് നമ്മൾ ഇതിലേക്ക് പോവാം, എക്സ്പ്ലോറേറ്ററിയിലേക്ക് പോവാം. ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു നോളജ് ഷെയർ ചെയ്ത് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണോ? അല്ല, ഗവൺമെന്റിന്റെ കുറേ അധികം പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഈ പറഞ്ഞ റിസർച്ച് ചെയ്യണത്. സോ ഒരിക്കലും ഒരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഫണ്ടമെന്റൽ റിസർച്ച് അല്ല. പിന്നെ എന്താണ്? ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കാരണം നിലവിൽ അവർക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അവരുടെ ജെൻഡർ വൈസ്, അവരുടെ ഇൻകം, അപ്പോൾ നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ സെൻസ് നടത്തുന്നത്. അപ്പോൾ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസുകളെ മെഷർ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവരെന്ത് ചെയ്യുന്നത്? ആ സെൻസസിൽ ഇൻക്ലൂഡ് ചെയ്യണത്. ഓക്കെ, സോ അതുകൊണ്ട് ഒരു തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതെന്താണ്? ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ടെമ്പറൽ ഒക്കറൻസ് വിച്ച് ഫോളോ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് പ്രിസീഡ്സ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഈ NVHSCയുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. എല്ലാവർക്കും ഭയങ്കര ഡൗട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഇതിലേതാണ് ആൻസർ എന്നുള്ളതാണ്. ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ ടെമ്പറൽ ഒക്കറൻസ് വിച്ച് ഫോളോ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഈ ടെമ്പറൽ ഒക്കറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ക്രോണോളജിക്കൽ ഓർഡർ ആണെന്നുള്ളത് ചോദിക്കുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആണ് ടെമ്പറൽ ഒക്കറൻസ് എന്ന് പറയുന്നത്. സോ ഡാഷ് ഈസ് എ ടെമ്പറൽ ഒക്കറൻസ് വിച്ച് ഫോളോ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഫോളോ ചെയ്യുന്നു. ആൻഡ് പ്രിസീഡ്സ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ. എന്നാൽ ഡിപ്പെൻഡന്റ് വേരിയബിളിന് മുമ്പുമാണ് ഒരു വേരിയബിൾ. അപ്പോൾ ഇൻഡിപെൻഡന്റിനും ഡിപ്പെൻഡന്റിനും ഇടയിലുള്ള ഒരു വേരിയബിൾ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ മോഡറേറ്റിംഗ് വേരിയബിൾ ആണോ, ഇന്റർവീനിങ് വേരിയബിൾ ആണോ, എക്സ്ട്രാനിയസ് വേരിയബിൾ ആണോ, മീഡിയേറ്റിംഗ് വേരിയബിൾ ആണോ എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഇടയിൽ വരുന്ന വേരിയബിളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എയ്തർ മീഡിയേറ്റിംഗ് വേരിയബിൾ ഓർ ഇന്റർവീനിങ് വേരിയബിൾ ആണ്. അതായത് ഒന്നുകിൽ ബി അല്ലെങ്കിൽ ഡി ആണെന്നറിയാം. മോഡറേറ്റിംഗ് അല്ല. മോഡറേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്. സോ ഇതാണ് മീഡിയേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുകയാണെങ്കിൽ, ഈ രണ്ട് വേരിയബിളിനെ ഈ ലൈനിലേക്ക് വരുന്നതാണെന്ത്? മോഡറേറ്റിംഗ് വേരിയബിൾ. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളും മീഡിയേറ്റിംഗ് വേരിയബിളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്
കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ ആയിട്ടുള്ള വേരിയബിളിനാണ് എന്ത് വിളിക്കുന്നത്? മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. സോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഇൻറ്റൻഷൻ ഒരാൾക്ക് ഉണ്ടാവുക. ആ ഇൻറ്റൻഷൻ ഉണ്ടാവുന്നത് എന്തിലൂടെ ആയിരിക്കും? ആ ആളുടെ ആറ്റിറ്റ്യൂഡിലായിരിക്കും. ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവും? ഇൻറ്റൻഷൻ ഉണ്ടാവും. ഓക്കെ, ദെൻ അതേസമയം അവരെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ഗവൺമെന്റൽ സപ്പോർട്ട്, ഈ ഗവൺമെന്റൽ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആളുകൾക്ക് ഇൻറ്റൻഷൻ കൂടും. ഇപ്പൊ ഈ തിയറീനെ നമുക്ക് എങ്ങനെ പറയാം? ഈ ഗവൺമെന്റൽ സപ്പോർട്ടിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും ഇന്റൻഷനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നും നമുക്ക് വിളിക്കാം. ദാറ്റ് ഈസ് ഇന്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് എഫക്റ്റ് ആണ്. ഓക്കെ, എഫക്റ്റ് ആണ്. കോസ് ഏതാണ്? ഗവൺമെന്റ് സപ്പോർട്ട്. ഗവൺമെന്റ് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള ഇന്റൻഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു മീഡിയേറ്റിംഗ് വേരിയബിളിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നു, ആറ്റിറ്റ്യൂഡിനെ കൊണ്ടുവന്നു. എന്താണ്? ഗവൺമെന്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് കൂടും. ആറ്റിറ്റ്യൂഡ് കൂടുമ്പോഴാണ് ആളുകൾക്ക് എന്ത് തുടങ്ങുന്നത്? ബിസിനസ് തുടങ്ങാനുള്ള ഇന്റൻഷൻ ഉണ്ടാവുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതൊരു മീഡിയേറ്റിംഗ് വേരിയബിളാണ്. വേണമെങ്കിൽ ഇങ്ങനെയും പഠിക്കാം. ഗവൺമെന്റ് സപ്പോർട്ട് നേരെ ഇന്റൻഷനിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ടോ? അപ്പൊ ഇത് തമ്മിൽ ഏതിനാണ് സ്ട്രോങ് റിലേഷൻഷിപ്പ്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണോ ഈ മീഡിയേറ്റിംഗ് റിലേഷൻഷിപ്പ് ആണോ ഏറ്റവും കൂടുതൽ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. സോ എനിവേ ഇതിനെ വിളിക്കുന്ന പേരാണ് മീഡിയേറ്റർ എന്ന് നമുക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? ഇന്റർവീനിങ് വേരിയബിൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെയും ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇടയിൽ വരുന്ന വേരിയബിളിനാണ് എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് മീഡിയേറ്റിംഗ് ഓർ ഇന്റർവീനിങ് വേരിയബിൾ എന്ന് വിളിക്കും. അപ്പോൾ പിന്നെ എന്താണ് ഈ മോഡറേറ്റിംഗ് വേരിയബിൾ അല്ലെങ്കിൽ എക്സ്ട്രാനിയസ് വേരിയബിൾ? പുറത്തു നിന്നുള്ള വേരിയബിളിനാണ് എക്സ്ട്രാനിയസ് അല്ലെങ്കിൽ മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതായത് ഗവൺമെന്റൽ സപ്പോർട്ട്, ഈ ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് കൂടുന്നുണ്ടോ ഇന്റൻഷൻ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഈ ലൈനിൽ ഞാനിവിടെ വരയ്ക്കുകയാണ് ട്രേഡ് യൂണിയൻ. എന്താണ്? ഈ ഗവൺമെന്റൽ സപ്പോർട്ടും ഉണ്ട്, പക്ഷെ നമ്മളുടെ ഇവിടെ കേരളത്തിലുള്ള വ്യവസായികൾ അവർക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും കൂടേണ്ടതാണ്. ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ ആറ്റിറ്റ്യൂഡ് കൂടേണ്ടതാണ്. പക്ഷെ എന്ത് കാരണം കൊണ്ട് ആറ്റിറ്റ്യൂഡ് കുറയാണ്? ഈ ട്രേഡ് യൂണിയന്റെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് കുറയുന്നു, അതുകൊണ്ട് ഇന്റൻഷൻ കുറയുന്നു. സോ ഇത് തിയറട്ടിക്കലി ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആളുകൾക്ക് എന്തുണ്ടാവണം? ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതാണ് തിയറി. പക്ഷെ എന്തിന്റെ പ്രസൻസ് കൊണ്ട് ഈ ആറ്റിറ്റ്യൂഡ് കുറയാണ്? ട്രേഡ് യൂണിയന്റെ പ്രസൻസ് കൊണ്ട് ആറ്റിറ്റ്യൂഡ് എന്താണ്? കുറയാണ്. അപ്പൊ എന്താണ് ഈ മോഡറേറ്റിംഗ് വേരിയബിൾ? ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ ആയിട്ടുള്ള വേരിയബിളിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ പറഞ്ഞ മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രേഡ് യൂണിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഇന്റൻഷനോ ഈ പറഞ്ഞ സംഭവത്തിനോ ഒന്നും ഡയറക്ട്ലി കണക്റ്റഡ് അല്ല എന്ത് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തും വിളിക്കുന്നത്? എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അത് പുറത്തു നിന്നുള്ള ഒരു വേരിയബിൾ ആണ്, ഈ തിയറിയിലേക്ക് ചേർക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ഈ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഇതിനെ സാധിച്ചേക്കും. ദാറ്റ് ഈസ് കോൾഡ് മോഡറേറ്റിംഗ് അല്ലെങ്കിൽ എക്സ്ട്രേനിയസ് വേരിയബിൾ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? ഈ ക്വസ്റ്റ്യനിലെ പ്രശ്നം എന്തായിരുന്നു? ഇതിപ്പോ എങ്ങനെ വന്നാലും ഇതിന്റെ ഇൻ ബിറ്റ്വീൻ, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് അറിയാം. എയ്തർ മീഡിയേറ്റിംഗ് അല്ലെങ്കിൽ ഏതാണ്? ഇന്റർവീനിങ് വേരിയബിൾ ആണെന്ന് അറിയാം. അപ്പൊ നമുക്കറിയേണ്ടത് ഇന്റർവീനിങ് ആണോ മീഡിയേറ്റിംഗ് ആണോ എന്നുള്ളതാണ്. സോ അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആണ്. ദാറ്റ് ഈസ് ഇന്റർവീനിങ് വേരിയബിൾ ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇന്റർവീനിങ് വേരിയബിൾ എന്ന് പറയാനുള്ള കാരണം? Intervening variable, it is a broader term that encompasses any variable that comes between independent and dependent variable. ഡിപ്പെൻഡന്റിന്റെയും ഇൻഡിപെൻഡന്റിന്റെയും ഇടയിൽ വരുന്ന വേരിയബിളിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർവീനിങ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മീഡിയേറ്റിംഗ് വേരിയബിൾ? അത് ഇന്റർവീനിങ് വേരിയബിളിന്റെ ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ് എന്ത്? മീഡിയേറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇന്റർവീനിങ് വേരിയബിൾ ദാറ്റ് നോട്ട് ഓൺലി കംസ് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. അത് ഇൻഡിപെൻഡന്റേയും ഡിപെൻഡന്റിന്റെ ഇടയിൽ മാത്രമല്ല മീഡിയേറ്റിംഗ് വരുന്നത്, പക്ഷെ അതിനൊരു പ്രത്യേകത എന്താണ്? ബട്ട് ഓൾസോ എക്സ്പ്ലെയിൻ അണ്ടർലൈൻ മെക്കാനിസം ഓർ പ്രോസസ് ഓഫ് ദ കോസൽ റിലേഷൻഷിപ്പ്. ആ മീഡിയേറ്റിംഗ് വേരിയബിൾ ആയിട്ട് കൊണ്ടുവന്ന വേരിയബിളിന് എന്തുണ്ടാവും? അതിന് ഡയറക്ട്ലി നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ബലം അതിനുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ വെച്ചു, ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ വെച്ചു, ദെൻ
ഇവിടെ ഒരു മീഡിയേറ്റിംഗ് വേരിയബിൾ വെച്ചു. ഓക്കെ, മീഡിയേറ്റിംഗ് വേരിയബിൾ ഇതിൻ്റെ ഇടയിലാണല്ലോ വരുന്നത്. നമ്മളെന്താ പറയുന്നത്, ഇതുണ്ടാവുമ്പോൾ ഇതുണ്ടാവുന്നു, മീഡിയേറ്റിംഗ് ഉണ്ടാവുന്നു, വേരിയബിൾ ഉണ്ടാവുന്നു, അതുവഴി ഡിപ്പെൻഡന്റ് വേരിയബിളിലേക്ക്. ഇത് ഇതാണ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് എക്സ്ട്രാ നമ്മൾ പറഞ്ഞ ഇന്റർവീനിങ് വേരിയബിൾ അങ്ങനെയാണ്. മീഡിയേറ്റിംഗ് വേരിയബിൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ മീഡിയേറ്റിംഗ് വേരിയബിളിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഈ മീഡിയേറ്റിംഗ് വേരിയബിളിന് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ സഹായമില്ലാതെ ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് വേരിയബിളിനെ സ്വാധീനിക്കാനായിട്ട് ഒരു പവർ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ബട്ട് ഓൾസോ എക്സ്പ്ലെയിൻ ദ അണ്ടർലൈൻ മെക്കാനിസം ഓർ പ്രോസസ് ഓഫ് ദ കോസൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഒരു കോസൽ വേരിയബിൾ ആയിട്ട്, ഒരു പ്രധാന ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലി ആ മീഡിയേറ്റിംഗ് വേരിയബിളിന് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇൻ എസെൻസ് ഓൾ മീഡിയേറ്റിംഗ് വേരിയബിൾ ആർ ഇന്റർവീനിങ് വേരിയബിൾ. എല്ലാ മീഡിയേറ്റിംഗ് വേരിയബിളും എന്താണ്, എല്ലാ മീഡിയേറ്റിംഗ് വേരിയബിളും ഇന്റർവീനിങ് വേരിയബിൾ ആണ്. കാരണം ഇന്റർവീനിങ് വേരിയബിളിന്റെ അണ്ടറിൽ വരുന്ന വേരിയബിൾ ആണ് ഏതൊക്കെ, മീഡിയേറ്റിംഗ് വേരിയബിളും കൺട്രോൾ വേരിയബിളും. ഓക്കെ, അപ്പോൾ എല്ലാ മീഡിയേറ്റിംഗ് വേരിയബിളും എന്ത് വേരിയബിൾ ആണ്, ഇന്റർവീനിങ് വേരിയബിൾ ആണ്. എന്നാൽ എല്ലാ ഇന്റർവീനിങ് വേരിയബിൾ എന്തല്ല, ആർ നെസസറിലി മീഡിയേറ്റിംഗ് വേരിയബിൾ ബട്ട് നോട്ട് ഓൾ ഇന്റർവീനിങ് വേരിയബിൾ ആർ നെസസറിലി മീഡിയേറ്റിംഗ് വേരിയബിൾ. അതായത് എല്ലാ ഇന്റർവീനിങ് വേരിയബിൾ എന്തല്ല, മീഡിയേറ്റിംഗ് വേരിയബിൾ ആവണമെന്നില്ല, ഒരുപക്ഷെ അത് കൺട്രോൾ വേരിയബിൾ ആയേക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദ്യത്തിൽ എന്തായിരുന്നു വന്നിരിക്കുന്നത്, ടെമ്പറൽ ഓക്കറൻസ് വിച്ച് ഫോളോ ദ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഇടയിൽ വരുന്ന ഏതാ, അത് ഒന്നുകിൽ കൺട്രോൾ വേരിയബിൾ ആവാം അല്ലെങ്കിൽ മീഡിയേറ്റിംഗ് വേരിയബിൾ ആവാം. അപ്പോൾ നമുക്ക് ആ ഒരു ആൻസറിൽ കൃത്യമായിട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ ആൻസർ ഏതാണ്, ഇന്റർവീനിങ് വേരിയബിൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വർഷം ചോദിച്ച ചോദ്യമായിരുന്നു. സോ അടുത്തത്, എ ഡിസൈൻ ഈസ് എംപ്ലോയ്ഡ് ടു മെഷർ ദ എഫക്റ്റ് ഓഫ് 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ അറ്റ് വേരിയസ് ലെവൽസ്. എ ഡിസൈൻ ഈസ് എംപ്ലോയ്ഡ് ടു മെഷർ ദ എഫക്റ്റ് ഓഫ് 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ അറ്റ് വേരിയസ് ലെവൽസ്. ഫാക്ടോറിയൽ, ലാറ്റിൻ സ്ക്വയർ, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ, കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, എ ഡിസൈൻ ഈസ് എംപ്ലോയ്ഡ് ടു മെഷർ ദ എഫക്റ്റ് ഓഫ് 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ. രണ്ടിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡിസൈൻ ആണ് ചൂസ് ചെയ്യുന്നത്, ഫാക്ടോറിയൽ ഡിസൈൻ ആണോ, ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ആണോ, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ആണോ, കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ റൈറ്റ് ആൻസർ ഈസ് എ, ഫാക്ടോറിയൽ ഡിസൈൻ. എന്താണ് ഈ ഫാക്ടോറിയൽ ഡിസൈൻ? ഇൻ എ ഫാക്ടോറിയൽ ഡിസൈൻ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആർ മാനിപ്പുലേറ്റഡ് സൈമൾട്ടേനിയസ്ലി. അതായത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും അതുകൂടാതെ 2 or 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ പഠിക്കാൻ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻ എ ഫാക്ടോറിയൽ ഡിസൈൻ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആർ മാനിപ്പുലേറ്റഡ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അലോവിംഗ് റിസർച്ചേഴ്സ് ടു സ്റ്റഡി ദ മെയിൻ എഫക്ട് ഓഫ് ഈച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആസ് വെൽ ആസ് ദർ ഇന്ററാക്ഷൻ. ഓരോന്നും തമ്മിലുള്ള ഇന്ററാക്ഷൻ എത്ര മാത്രമാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഫാക്ടോറിയൽ ഡിസൈൻ. ഇതിനാണ് എന്ത് വിളിക്കുന്നത്, ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് വിളിക്കണം. സോ ഡിസൈൻ എംപ്ലോയ് ടു മെഷർ ദ എഫക്ട് ഓഫ് 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾ. രണ്ടിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിളുടെ എഫക്ട് ഡിപ്പെൻഡന്റ് വേരിയബിൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്, ഫാക്ടോറിയൽ ഡിസൈൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the numbers assigned in a dash scale cannot be added, subtracted, multiplied or divided. The numbers assigned in a scale, okay, ഒരു നമ്പർ അസൈൻ ചെയ്യുന്ന in a dash scale, ഒരു സ്കെയിലിൽ നമ്പർ അസൈൻ ചെയ്യാണ്, cannot be added. അത് ആഡ് ചെയ്യാനും പറ്റത്തില്ല, സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റത്തില്ല, മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റത്തില്ല, ഓർ ഡിവൈഡ് ചെയ്യാനും പറ്റത്തില്ല. അത് ഏത് സ്കെയിലാണ്, ഓർഡിനൽ ആണോ, നോമിനൽ ആണോ, റേഷ്യോ ആണോ, ഇന്റർവെൽ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ബി, ദാറ്റ് ഈസ് നോമിനൽ. നമ്മൾ നേരത്തെ ഒരു പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് നോമിനൽ എന്ന് പറയുന്നതിന് സ്ട്രെങ്ത് വളരെ കുറഞ്ഞതാണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ അധികം ഒട്ടും തന്നെ ഇല്ലാത്തൊരു വേരിയബിൾ ആണ് നോമിനൽ. എന്നാൽ ചില ക്വസ്റ്റ്യനെയറിൽ നമുക്ക് നോമിനൽ ചോദിച്ചേ പറ്റത്തുള്ളൂ. മെയിൽ, ഫീമെയിൽ, ജെൻഡർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലേ ചോദിച്ചാൽ നോമിനൽ സ്കെയിലിൽ ചോദിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ എന്താ പ്രത്യേകത, നമുക്കതിൻ്റെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ, സബ്സ്ട്രാക്ട് ചെയ്യാനോ, ആഡ് ചെയ്യാനോ, മൾട്ടിപ്ലൈ ചെയ്യാനോ, ഡിവിഷൻ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. കാരണം അത് നോമിനലാണ്. മെയിൽ ഫീമെയിലിനേക്കാളും വലുതാണെന്നോ ഫീമെയിൽ മെയിലിനേക്കാളും ചെറുതാണെന്നോ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു നോമിനൽ വാല്യൂ വെച്ചിട്ട് നമുക്ക് വാല്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ദ നമ്പർ അസൈൻഡ് ഇൻ എ ഡാഷ് സ്കെയിൽ, ഏത് സ്കെയിലാണ്, നോമിനൽ സ്കെയിൽ, കനോട്ട് ബി ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ സാധിക്കത്തില്ല. എന്നാൽ ഓർഡിനൽ സ്കെയിൽ വീക്കർ ആണെങ്കിലും സാധിക്കും.
റാങ്കിങ് ഒക്കെ ഓർഡിനൽ സ്കെയിലാണ്. റാങ്കിങ് നമുക്ക് എന്ത് ചെയ്യാം, മീഡിയനോ മോഡോ നമുക്ക് യൂസ് ചെയ്യാം, മെഷറോസ് ആൻഡ് ടെൻഡൻസി യൂസ് ചെയ്യാം. റേഷ്യോ സ്കെയിലും ഇന്റർവൽ സ്കെയിലൊക്കെ സ്ട്രോങ് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി ഇതിന് 4 ഏറ്റവും സ്ട്രോങ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷ്യോ സ്കെയിലാണ്. അതിനുശേഷം ഇന്റർവൽ സ്കെയിൽ, ദെൻ ഓർഡിനൽ, ദെൻ നോമിനൽ. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. ഫോർത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഡാഷ് സാമ്പിളിംഗ് ഈസ് യൂസ്ഡ് when it is difficult to identify the members of the desired population. ഡാഷ് സാമ്പിളിംഗ്, ഒരു സാമ്പിളിംഗ് നമ്മൾ യൂസ് ചെയ്യും. which is used when it is difficult to identify the members of the desired population. പോപ്പുലേഷനിലെ മെമ്പേഴ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് ആരാണെന്ന് അറിയില്ല, ആരൊക്കെയാണ് നമ്മുടെ പോപ്പുലേഷനിലുള്ള മെമ്പേഴ്സ് എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടത്, കേരളത്തിൽ നമുക്കറിയാം ഇഷ്ടം പോലെ ആളുകൾ ഈ റമ്മി അതുപോലുള്ള കുറേ അധികം പൈസ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ട്രേഡിംഗ് ആപ്പുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവർ പോയി അതിൽ ഗെയിമൊക്കെ കളിക്കാറുണ്ട്. പല ആളുകളുടെയും പൈസ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെടുന്ന ആളുകളുടെ എന്ത് കാരണം കൊണ്ടാണ് പൈസ നഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് കണ്ടക്ട് ചെയ്യണം. സോ എൻ്റെ പോപ്പുലേഷൻ എന്താണ്, പൈസ നഷ്ടപ്പെട്ടവരാണ് എൻ്റെ പോപ്പുലേഷൻ. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, പൈസ നഷ്ടപ്പെട്ടവർ ആരൊക്കെയാണെന്നുള്ള ആ പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഏതെങ്കിലും ഒരാൾ പറയുമോ പൈസ നഷ്ടപ്പെട്ട, റമ്മി കളിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആപ്പ് വഴി പണം നഷ്ടപ്പെട്ടതായിട്ട് പൊതുസമൂഹത്തിൽ ആരും പറയാൻ ചാൻസ് ഇല്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോപ്പുലേഷൻ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് എന്നാണ് വളരെ കുറവാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഏത് സാമ്പിളിംഗ് ആയി ചൂസ് ചെയ്യുക, ജഡ്ജ്മെന്റ് ആണോ, കോട്ട സാമ്പിളിംഗ് ആണോ, സ്നോബോൾ സാമ്പിളിംഗ് ആണോ, കൺവീനിയൻസ് സാമ്പിളിംഗ് ആണോ, ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുക? ബെസ്റ്റ് വൺ ഇസ് സി, സ്നോബോൾ സാമ്പിളിംഗ്. ഏതാ നല്ലതാണ്? സ്നോബോൾ സാമ്പിളിംഗ് ആണ് നല്ലത്. കാരണം ഈവൻ ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റമ്മി കളിച്ച് നമുക്ക് ഒരാളെ ഐഡന്റിഫൈ എന്ന് വിചാരിച്ചു, ചിലപ്പോൾ ഒരു പക്ഷേ അയാൾക്ക് അറിയായിരിക്കും വേറെ ആരൊക്കെ റമ്മി കളിക്കാറുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആൾക്കാർ അറിയായിരിക്കും, പൈസ നഷ്ടപ്പെടുന്നവർ ആരൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ അറിയായിരിക്കും. അതുപോലെ തന്നെ പബ്ജി അങ്ങനെയുള്ള കുറേ ഗെയിമിംഗ് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ഇതുപോലെ ഗ്രൂപ്പൊക്കെ ആയിട്ടൊക്കെ ഗെയിമൊക്കെ കളിച്ച് പൈസ നഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇതിനു മുമ്പ് പൈസ നഷ്ടപ്പെട്ടവർ ആരൊക്കെയാണെന്നുള്ളതൊക്കെ അവരുടെ ഇതിലറിയാം. സോ സ്നോബോൾ സാമ്പിളിംഗ് ആണ്, ഒരാളെ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ത് ചെയ്യും, പൈസ നഷ്ടപ്പെട്ട വൈനെയും ഇസഡിനെയും പരിചയപ്പെടുത്തി തരും. വൈ ആരെ പരിചയപ്പെടുത്തി തരും, എനെയും ബിനെയും പരിചയപ്പെടുത്തി തരും. അപ്പോൾ നമുക്ക് ഒരാളെ കിട്ടിയാൽ മതി, ബാക്കി ഇങ്ങനെ ആ ഒരു നെറ്റ്വർക്ക് വഴി നമുക്ക് പോകുന്നതാണ്. അപ്പോൾ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് സാമ്പിളിംഗ് പോലുള്ള ഒരു സംഭവമാണ്. സോ സ്നോബോൾ സാമ്പിളിംഗ് ഈസ് യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദ മെമ്പർ ഓഫ് ദ ഡിസൈഡ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഏതാണ്, സ്നോബോൾ സാമ്പിളിംഗ് ആണ്. ഓക്കെ, സോ ക്ലിയർ. കൺവീനിയൻസ് സാമ്പിളിംഗ് അല്ല. കാരണം എന്തുകൊണ്ടാണ്? കൺവീനിയൻസ് സാമ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സാമ്പിളിലെ എല്ലാവരെയും കിട്ടാനായിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കും. കൺവീനിയൻ്റ് വെച്ചാൽ നമുക്ക് അറിയുന്നവരായിരിക്കും. പക്ഷേ ഇതെന്താണ്, നമുക്ക് അറിയാൻ പാടില്ലാത്തവരുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് സ്നോബോൾ സാമ്പിളിംഗ് ആണ് ഏറ്റവും ബെറ്റർ. Then sixth question, which of the following assumptions holds good for a parametric test? Parametric test ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഏതാണ്, ഏത് അസംഷൻ ആണ്? Which of the following assumption holds good for a parametric test? Normality is required. ശരിയാണ്. Use metric data, can be applied for both small and large sample, all of the above. Okay, so ഏതാണ് ആൻസർ? അത് ഡി ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യാനുള്ള അസംഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവ മൂന്നാണ്. നോർമാലിറ്റി റിക്വയർഡ് ആണ്. നോർമാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ എന്തായിരിക്കണം, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഓക്കെ, സിമെട്രിക് ആവരുത്, അസിമെട്രിക് ആവണം. നോർമാലിറ്റി അസംഷൻ മീറ്റ് ചെയ്യണം. നോർമാലിറ്റി ട്രീറ്റ് ചെയ്യാനുള്ള ഏതാണ്, സ്ക്യൂനെസ്സോ അല്ലെങ്കിൽ കേസ് ടെസ്റ്റ്, കോൾമെഗനറോ സ്മിർനോ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മുടെ ഡാറ്റ നോർമൽ ആണോ എന്ന് നോക്കണം. നമ്മുടെ ഡാറ്റ നോർമൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പാരാമെട്രിക് ടെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ ലക്ഷ്യം എന്താ, നമ്മളുടെ അസംഷൻസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ അസംഷൻ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊക്കെ ടെസ്റ്റ് ചെയ്യാം, ഒന്നുകിൽ പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യാം. പാരാമെട്രിക് ടെസ്റ്റ് ആണ് നല്ലത്. പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡാറ്റ എങ്ങനെയായിരിക്കണം, നോർമൽ ആയിരിക്കണം അല്ലേ, വാലിഡ് ആയിരിക്കണം, നോർമൽ ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, എസ്പെഷ്യലി നോർമൽ ആയിരിക്കണം. അപ്പം നോർമാലിറ്റി റിക്വയർഡ് ആണ് പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നോർമൽ അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് ചെയ്യണം, നോൺ പാരാമെട്രിക് ടെസ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഏത് ടെസ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നോൺ പാരാമെട്രിക് ടെസ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ യൂസ് മെട്രിക് ഡാറ്റ. നമ്മളുടെ ഡാറ്റ എന്തായിരിക്കണം, മെട്രിക് ആയിരിക്കണം, ന്യൂമറിക്കൽ ഡാറ്റാസ് ആയിരിക്കണം. പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ന്യൂമറിക്കൽ ഡാറ്റാസ് ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ ഡാറ്റ നോൺ മെട്രിക് ആണെങ്കിലോ, നോൺ മെട്രിക് ആണെങ്കിൽ നമുക്ക് ഏത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നോൺ പാരാമെട്രിക്കേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ കൈ സ്ക്വയർ ഒക്കെ എന്താ ചെയ്യുന്നത്,
Chi-square ഒക്കെ ചെയ്യുന്ന വെച്ചാൽ നോമിനൽ ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ, നോമിനൽ ഡാറ്റാസ്, നോമിനൽ ഓർഡിനൽ സ്കെയിലൊക്കെ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയൊക്കെ നമുക്ക് Chi-square ഒക്കെ ചെയ്യാൻ പറ്റും. Chi-square എന്ന് വെച്ചാൽ നോൺ പാരാമെട്രിക്കാണ്. അപ്പോൾ നമുക്ക് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് അഥവാ അനോവ പോലുള്ള ടെസ്റ്റുകൾ, ഇൻഡിപെൻഡൻറ്റ് സാമ്പിളിറ്റി ടെസ്റ്റ്, പെയർഡ് ടി ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളൊക്കെ പാരാമെട്രിക് ആണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ നോർമൽ ആയിരിക്കണം, കാരണം അതെല്ലാം പാരാമെട്രിക് ടെസ്റ്റുകളാണ്. ക്യാൻ ബി അപ്ലൈഡ് ഫോർ ബോത്ത് സ്മോൾ ആൻഡ് ലാർജ് സാമ്പിൾ. നമുക്ക് എന്ത് ചെയ്യാം, പാരാമെട്രിക് ടെസ്റ്റ് നമുക്ക് സാമ്പിൾ സ്മോൾ ആണെങ്കിൽ ലാർജ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, പാരാമെട്രിക് ടെസ്റ്റുകളൊക്കെ ചൂസ് ചെയ്യാം, നോ പ്രോബ്ലംസ്. സോ ഈ 3 സ്റ്റേറ്റ്മെന്റ് പാരാമെട്രിക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് all of the above. Next question, the practice of changing or omission of research results data to support claims, hypothesis, other data, etc. The practice of changing or omission of research result. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടി, നമ്മൾ എന്ത് ചെയ്തു, കിട്ടിയ റിസൾട്ടിനെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ദ പ്രാക്ടീസ് ഓഫ് ചേഞ്ചിങ് ഓർ ഒമിഷൻ, അല്ലെങ്കിൽ കിട്ടിയ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, പബ്ലിഷ് ചെയ്യാതിരുന്നു. തെറ്റല്ലേ അത്? അതങ്ങനെ ചെയ്യാവോ? ചെയ്യാൻ പാടില്ല. ഡാറ്റ ടു സപ്പോർട്ട് ക്ലെയിംസ്, ഹൈപ്പോത്തസിസ്, അതർ ഡാറ്റ എക്സെട്ര. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്ത ഡാറ്റ കുറച്ച് ഹൈഡാക്കി വെച്ചു, ദാറ്റ് ഈസ് ഒമിഷൻ നടത്തി അല്ലെങ്കിൽ ചേഞ്ച് വരുത്തി. അങ്ങനെ വരുത്തിയാൽ നമുക്ക് എന്താ വിളിക്കുക, ഫാബ്രിക്കേഷൻ, ഫാൾസിഫിക്കേഷൻ, പ്ലാജറിസം, നൺ ഓഫ് ദ എബവ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ആൻസർ ഇസ് ബി, ദാറ്റ് ഈസ് കോൾഡ് ഫാൾസിഫിക്കേഷൻ. എന്താണ് ഫാൾസിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഫാൾസിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ഡാറ്റയിൽ എന്ത് വരുത്തുക, നിലവിൽ ഉള്ളൊരു ഡാറ്റ, ആ ഡാറ്റ ഒമിറ്റ് ചെയ്യുക. അതായത് നമ്മൾ റിസൾട്ട് കിട്ടിയ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാണിക്കാതിരിക്കുക. അതൊക്കെ ഫോൾസ് ആയിട്ടുള്ള കാര്യമാണ്. ടു സപ്പോർട്ട് ക്ലെയിം, നമ്മളുടെ ഹൈപ്പോത്തിസിനെ ക്ലെയിം ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടിയ ഡാറ്റേനെ, കിട്ടിയ റിസൾട്ടിനെ നമ്മൾ കാണിക്കാതിരിക്കുക, അതിനെ ഹൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതെന്താണ്, അത് തെറ്റാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫാൾസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഈ ഫാബ്രിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫാബ്രിക്കേഷൻ റെഫേഴ്സ് ടു ദ ക്രിയേഷൻ ഓർ ഇൻവെൻഷൻ ഓഫ് ഡാറ്റ ഓർ റിസൾട്ട്സ് ദാറ്റ് ഡു നോട്ട് എക്സിസ്റ്റ്. ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ്ലി മേക്കിംഗ് അപ്പ് ഡാറ്റ റാദർ ദാൻ മാനിപ്പുലേറ്റിംഗ് ഓർ ഒമിറ്റിംഗ് എക്സിസ്റ്റിംഗ് ഡാറ്റ. നിലവിലുള്ള ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്താണ്? അത് ഫാൾസിഫിക്കേഷനാണ്. അപ്പോൾ ഫാബ്രിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പുതിയതായിട്ട് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുക. വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു 300 സാമ്പിൾസ് വേണം, നമ്മുടെ കയ്യിൽ 200 സാമ്പിൾസ് ഉള്ളൂ, നമ്മളൊരു 100 കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കയറ്റുന്നു. നമ്മൾ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നു, കുക്ക്ഡ് ഡാറ്റ എന്ന് വിളിക്കും. ഓക്കെ, അതിനാണ് എന്ത് വിളിക്കുന്നത്? ഫാബ്രിക്കേഷൻ. ദാറ്റ് ഈസ് ക്രിയേഷൻ ആണ്, ഡാറ്റ ക്രിയേറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഫാൾസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ പരിപാടിയില്ല. കിട്ടിയ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യും, റിസൾട്ടിൽ എന്ത് വരുത്തും? ചെറിയ മാൽ പ്രാക്ടീസ് വരുത്തും. ദാറ്റ് ഈസ് കോൾഡ് ഫാൾസിഫിക്കേഷൻ. സോ ഫാബ്രിക്കേഷനും ഫാൾസിഫിക്കേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന് അടുത്താണ് പ്ലജറിസം. പ്ലജറിസം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് നമ്മൾ എന്താണ്, മറ്റുള്ള ആളുകളുടെ കൺസെപ്റ്റുകളൊക്കെ സൈറ്റ് ചെയ്യാതെ കോട്ട് ചെയ്യുക. അതിനാണ് എന്ത് വിളിക്കുന്നത്? സൈറ്റ് ചെയ്യാതെ നമ്മളുടെ റിസൾട്ട്, നമ്മുടെ ഫൈൻഡിങ്സിലേക്കോ നമ്മളുടെ റിസർച്ച് സ്റ്റഡിയിലേക്കോ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് നോക്കുക. ആ കോപ്പി പേസ്റ്റ് പരിപാടിനെ വിളിക്കുന്നതാണ് പ്ലജറിസം. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഫാൾസിഫിക്കേഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. The next question, research carried on several time period. Research carried on several time period. Several time period carry ചെയ്യുന്ന റിസർച്ച് ഏതാണ്? ഡെസ്ക്രിപ്റ്റീവ്, അപ്ലൈഡ്, ലോഞ്ചിറ്റ്യൂഡിനൽ, ഫണ്ടമെന്റൽ. ഒരുപാട് സമയമെടുത്ത്, ദീർഘനാളെടുത്ത് ചെയ്യുന്ന റിസർച്ച് ഏതാണ്? ഡെസ്ക്രിപ്റ്റീവ് ആണോ, അപ്ലൈഡ് ആണോ, ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ, ഫണ്ടമെന്റൽ ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ. ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സി ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ. നമുക്ക് റിസർച്ച് വേണമെങ്കിൽ 2 രീതി ചെയ്യാം. ഒന്ന് വൺ ടൈം റിസർച്ച് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്, അഥവാ ക്രോസ് സെക്ഷണൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ചെയ്യാം. ഈ ക്രോസ് സെക്ഷണൽ എന്ന് വെച്ചാൽ വൺ ടൈം ആണ്, നമ്മൾ ഒറ്റ തവണ ഡാറ്റകൾ ചെയ്തു. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു എന്താണ്, നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളുടെ മനോഭാവത്തെക്കുറിച്ച് അറിയണം. ഫസ്റ്റ് ഇയർ വരുമ്പോഴുള്ള മനോഭാവം എന്നാണ്, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, അങ്ങനെ 4 വർഷം ആ കുട്ടികളുടെ അടുത്ത് നിന്ന് ഡാറ്റ അനലൈസ് ചെയ്ത് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ 4 വർഷം എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ഷൻ തന്നെ പ്രൊസീജിയർ ഉണ്ട്. സോ അത്തരത്തിലുള്ളതിനാണ് ഇരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. റിസർച്ച് ക്യാരിഡ് ഓൺ സെവറൽ ടൈം പീരീഡ്. ഒരുപാട് സമയമെടുത്ത് സെവറൽ ടൈം പീരീഡിൽ ഡാറ്റ, പല ഘട്ടമായിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സോ അത് ചെയ്യുന്ന ഇതിൽ മാത്രമേ ഉള്ളൂ, ലോഞ്ചിറ്റ്യൂഡിൽ മാത്രമേ ഉള്ളൂ. ഡെസ്ക്രിപ്റ്റീവ് ഒക്കെ വൺ ടൈം ആണ്, അഥവാ ക്രോസ് സെക്ഷനിലാണ്. അപ്ലൈഡ് ക്രോസ് സെക്ഷനിലാണ്. ഫണ്ടമെന്റൽ ക്രോസ് സെക്ഷനിലാണ്. സോ ലോഞ്ചിറ്റ്യൂഡ് ദ റൈറ്റ് ആൻസർ. സോ 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി. ഇതിനടുത്താണ് 9th ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ റിസർച്ച് ഡിസൈൻ ഷുഡ് പ്രൊവൈഡ് detailed information about the ethical issues, the data collection methods, the study population.
എ റിസർച്ച് ഡിസൈൻ ഷുഡ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട്. ഒരു റിസർച്ച് ഡിസൈൻ എന്തൊക്കെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുന്നത്? എത്തിക്കൽ ഇഷ്യൂസ് പ്രൊവൈഡ് ചെയ്യും, ദ ഡാറ്റ കളക്ഷൻ മെത്തേഡ് പ്രൊവൈഡ് ചെയ്യും, ദ സ്റ്റഡി പോപ്പുലേഷൻ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുന്നു. ഏതാണ്? എ ഓൺലി 1 and 2, ഓൺലി 1 and 3, ഓൺലി 2 and 3, ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, ഏതാണ് റൈറ്റ് ആൻസർ? ഡി ആണ്, ഓൾ ഓഫ് ദ എബവ് ആണ്. അതായത് റിസർച്ച് ഡിസൈനിൽ നമ്മൾ എന്തൊക്കെ പറയും? ദ എത്തിക്കൽ ഇഷ്യൂസ്, നമ്മുടെ റിസർച്ചിൻ്റെ എത്തിക്കൽ ഇഷ്യൂസ് എന്താണെന്നുള്ളത് അഡ്രസ്സ് ചെയ്യും. ദ ഡാറ്റ കളക്ഷൻ മെത്തേഡ്, നമ്മൾ ഏത് ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് ചൂസ് ചെയ്യുന്നുള്ളത് പറയും. സോ ഇതും പറയും ഇതും പറയും. ദ സ്റ്റഡി പോപ്പുലേഷൻ, നമ്മൾ പോപ്പുലേഷനും പറഞ്ഞേ പറ്റുള്ളൂ. എവിടെ കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ സ്റ്റഡി പോപ്പുലേഷൻ എന്നാണ്, സാമ്പിൾ എന്നാണെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. സോ ഇവ മൂന്നും പറയണം. സോ ഓൾ ഓഫ് ദ എബവ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു 9th ക്വസ്റ്റ്യൻ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തതാണ് 10th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് വൺ ഓഫ് ദ മേജർ എത്തിക്കൽ പ്രോബ്ലംസ് ഇൻ റിസർച്ച്? റിസർച്ചിലെ ഏറ്റവും വൺ ഓഫ് ദ മേജർ എത്തിക്കൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതിൽ വൺ ഓഫ് ദ മേജർ എത്തിക്കൽ പ്രോബ്ലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, ഓട്ടോണമസ് ടെക്നോളജി, ബെനിഫിഷ്യൻസ്, ഫിഡലിറ്റി. ഓക്കെ, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് ഈ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി? നമ്മൾ കളക്ട് ചെയ്യുന്നവരുടെ ഡാറ്റ അത് നമ്മൾ എന്ത് ചെയ്യണം? മറ്റ് ആളുകൾക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കരുത്, അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കരുത്. ഇപ്പോൾ എക്സ് ഓർ വൈയുടെ അടുത്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ അഭിപ്രായങ്ങളും അവരുടെ പെർസെപ്ഷനും അവരുടെ വിവരങ്ങളാണ്, അവരുടെ മനോഭാവവും അവരുടെ വിവരങ്ങളൊക്കെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തേർഡ് പാർട്ടിക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല, അത് കോൺഫിഡൻഷ്യാലിറ്റിക്ക് എതിരാണ്. സോ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആണ് എന്താണ് എത്തിക്കൽ പ്രോബ്ലത്തിൽ ഇത് തന്നിരിക്കുന്നതിൽ ഏറ്റവും മേജർ എത്തിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. ദെൻ ഓട്ടോണമസ് എന്താണ് പിന്നെ വരുന്ന? ഓട്ടോണമസ് ടെക്നോളജി, അത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതേ അല്ല, ഇതായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇതിന് അടുത്താണ് ബെനഫിഷ്യൻസ്. എന്താണ് ഈ ബെനഫിഷ്യൻസ് എന്ന് വെച്ചാൽ? ബെനഫിഷ്യൻസ് ഈസ് ആൻ എത്തിക്കൽ പ്രിൻസിപ്പിൾ. അത് എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ്, നോട്ട് എ എത്തിക്കൽ പ്രോബ്ലം. എത്തിക്കൽ പ്രോബ്ലം അല്ല, എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ്. എന്താണ് ആ പ്രിൻസിപ്പിൾ പറയുന്നത്? ദാറ്റ് ഫോക്കസ് ഓൺ പ്രൊമോട്ടിംഗ് ദ വെൽബീയിങ് ആൻഡ് വെൽഫെയർ ഓഫ് റിസർച്ച് പാർട്ടിസിപ്പൻസ്, നോട്ട് ആൻ എത്തിക്കൽ പ്രോബ്ലം. അതൊരു എത്തിക്കൽ പ്രോബ്ലം അല്ല, എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ദാറ്റ് ഫോക്കസ് ഓൺ പ്രൊമോട്ടിംഗ് ദ വെൽബീയിങ് ആൻഡ് വെൽഫെയർ ഓഫ് റിസർച്ച് പാർട്ടിസിപ്പൻസിനെ വെൽബീയിങ്ങും വെൽഫെയർ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം, അവരെ നമ്മൾ ശരിയായ രീതിയിൽ പരിഗണിക്കണം എന്നൊക്കെ പറയുന്നതാണെന്ത്? ഈ ബെനഫിഷ്യൻസ് എന്ന് പറയുന്നത്. അതൊരു പ്രിൻസിപ്പിൾ ആണ്, നോട്ട് എ ഒരു എത്തിക്കൽ പ്രോബ്ലം അല്ല അത്. ഓക്കെ, ദെൻ അടുത്താണ് ഫിഡലിറ്റി. Fidelity refers to the faithfulness, honesty and trustworthiness of the researchers in conducting and reporting their research, but it is not considered one of the major ethical problem research. അതൊരു മേജർ ആയിട്ടുള്ള എത്തിക്കൽ പ്രോബ്ലം അല്ല. സത്യസന്ധരായിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതിനേക്കാൾ ഉപരി നമ്മൾ സത്യസന്ധരായിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റെസ്പോണ്ടൻസിൻ്റെ കുറേ കാര്യങ്ങൾ, അവരുടെ വിവരങ്ങൾ, നമ്മളോട് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അവർ, ആ ട്രസ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ അവർ ആ ഡാറ്റ തന്നത്, എന്നിട്ട് ആ ഡാറ്റ വേറെ ആർക്കെങ്കിലും കൊടുക്കുക തെറ്റാണ്. സോ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആണ് ഏറ്റവും വലിയ എത്തിക്കൽ പ്രോബ്ലം എന്ന് പറയുന്ന ഏറ്റവും വലിയ തെറ്റ് അത് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. സോ നമ്മൾ HSSTക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ HSSTക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ MCQs മാത്രം പഠിക്കുന്നത് കൊണ്ട് നമുക്കൊരു പക്ഷേ എന്തിടുന്നില്ല, HSST പാസ്സാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ല രീതിയിൽ HSSTക്ക് വേണ്ടിയിട്ട് നമ്മൾ സബ്ജക്റ്റ് നല്ല രീതിയിൽ, തിയറി നല്ല രീതിയിൽ പഠിക്കാം. അപ്പോൾ HSSTയുടെ ജനറൽ പേപ്പർ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിക്കാം. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, ഡെയിലി എക്സാംസ് ആൻഡ് പ്രോഗ്രസ് ഇവാലുവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി ടോപ്പിക് റിവിഷൻ ഉണ്ട്, എല്ലാ ദിവസവും റിവിഷൻ ഉണ്ട്. കാരണം പലപ്പോഴും നമുക്ക് മറന്നുപോകും. ഓക്കെ, നമ്മൾ മറ്റുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളുണ്ട്, അതായത് ഇപ്പോൾ സെറ്റ് അങ്ങനെയുള്ള പോലെയുള്ള എക്സാമുകളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോൾ അതൊരു യോഗ്യതാ പരീക്ഷ മാത്രമാണ്. HSST എന്ന് വെച്ചൊരു പർട്ടിക്കുലർ വേക്കൻസിയിലേക്ക് വിളിക്കുന്നതാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? HSSTക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളുടെ ഈ നെറ്റ് കഴിഞ്ഞതിന് ശേഷം അസിസ്റ്റന്റ് പ്രൊഫസർ ആവുന്നവർക്ക് കിട്ടുന്ന അത് ഏകദേശം അതിന് തത്തുല്യമായിട്ടുള്ള കുറച്ച് താഴെ നിൽക്കുന്നതാണെങ്കിലും നല്ല ഒരു മികച്ച പാക്കേജാണ് എന്ത് ചെയ്യുന്നത്? ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് കിട്ടുന്നത്. അത് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള യോഗ്യത ആ ഒരു
ജോലി ഉണ്ടല്ലോ, ആ ഒരു ജോലിനേക്കാളും കുറച്ചും കൂടി നമുക്ക് സ്മൂത്ത് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റാവുന്ന ഒരു ജോലിയാണ് അത്. നമുക്ക് ഈ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ കുറച്ച് നല്ല എന്താണ് അത്ര റിസ്ക്കും കാര്യങ്ങളും ഇല്ലാത്ത ഒരു ജോലിയാണ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ഡെയിലി ടോപ്പിക് റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ HSST നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമല്ല ഉള്ളത്, ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റാപ്പിഡ് Q&A സെഷൻ ഉണ്ട്, റാപ്പിഡ് ആയിട്ടുള്ള Q&A സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ MCQs ഒക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ എത്രത്തോളം ഈ HSST എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണ് എന്നുള്ളത് സ്വയമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് വിലയിരുത്താൻ കൂടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, HSSTക്ക് വേണ്ടിയിട്ട് കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. 11th question, the research process is outlined in the research proposal so that the dash and appropriateness can be examined by others. Variance, validity, relevance, appearance. The research process is outlined in the research proposal. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസർച്ച് പ്രൊപ്പോസലിൽ നമ്മൾ റിസർച്ച് പ്രോസസ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ദ ഡാഷ് ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ക്യാൻ ബി എക്സാമിൻഡ് ബൈ അതേഴ്സ്. അതുകൊണ്ട് ആ നമ്മളുടെ റിസർച്ച് പ്രൊപ്പോസൽ അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ വന്നിരിക്കുന്ന ഡോക്ടറൽ കമ്മിറ്റി, ആ ഡോക്ടറൽ കമ്മിറ്റി മെമ്പർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് അറിയാൻ പറ്റും, നമ്മുടെ റിസർച്ചിന് എന്തറിയാൻ പറ്റുക, വേരിയൻസ് ആണോ, വാലിഡിറ്റി ആണോ, റെലവൻസ് ആണോ, അപ്പിയറൻസ് ആണോ അറിയാൻ പറ്റുക. ഏതാണ് അറിയാൻ പറ്റുക, സി ആണ്, റെലവൻസ് ആണ്. ഓക്കെ, നിങ്ങൾ PhD ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് പ്രൊപ്പോസൽ തയ്യാറാക്കിയിട്ട് ഡോക്ടറൽ കമ്മിറ്റി മുമ്പാകെ ഞാൻ ഇന്ന ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഒരു പ്രൊപ്പോസൽ അവതരിപ്പിക്കും. ആ പ്രൊപ്പോസലിൽ ആ ഡോക്ടറൽ കമ്മിറ്റിക്ക് ഇന്റർവ്യൂവർ ആയിട്ട് വന്നിരിക്കുന്ന അവരെന്താ നോക്കുന്നത്, നമ്മുടെ ടോപ്പിക്കിന് എത്രമാത്രം റെലവൻസ് ഉണ്ടെന്നാണ് നോക്കുന്നത്. നോട്ട് വേരിയൻസ്, വാലിഡിറ്റി ആൻഡ് അപ്പിയറൻസ്. അപ്പിയറൻസ് ഒന്നും അല്ല നോക്കുന്നത്, എന്താ നോക്കുന്നത്, റെലവൻസ് ആണ്. ദ റിസർച്ച് പ്രോസസ് ഈസ് ഔട്ട്ലൈൻഡ് ഇൻ ദ റിസർച്ച് പ്രൊപ്പോസൽ. നമ്മൾ നമ്മുടെ റിസർച്ച് പ്രൊപ്പോസലിൽ പറഞ്ഞു, ഞാൻ ഇന്ന ഏരിയയിൽ റിസർച്ച് ചെയ്യാൻ പോകുന്നു, ഞാൻ ഇന്ന റിസർച്ച് മെത്തഡോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു, ഞാൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താ, ഓക്കെ ഈ പ്രോബ്ലം ഇതുവരെ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉപയോഗിച്ച് ആരും തന്നെ ചെയ്തിട്ടില്ല, അപ്പോൾ ഇത് നല്ലൊരു റിസർച്ച് ആയിരിക്കും, ഈ മെത്തഡോളജി കൊള്ളാം. അപ്പം എന്താ അവർ നോക്കുന്നത്, നമ്മളുടെ പ്രോബ്ലം എന്താ, റിസർച്ച് പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കും, നമ്മൾ ഏത് മെത്തഡോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നുള്ളതാണ് ആര് നോക്കുന്നത്, ഈ ഡോക്ടർ കമ്മിറ്റി മെമ്പേഴ്സ് നോക്കുന്നത്. സോ അവരെന്താ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റഡിയുടെ റെലവൻസ് ആണെന്ന് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, എന്ത് റിസർച്ച് പ്രോബ്ലമാണ്, ഇതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് അവർ നോക്കുന്നത്. സോ റെലവൻസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ നെക്സ്റ്റ് ആണ് ദ അബ്രിവിയേഷൻ ഓഫ് ഇബിഡ് ഓഫൺ യൂസ്ഡ് ഇൻ ബിബ്ലിയോഗ്രഫീസ് റെഫേഴ്സ് ടു. നമ്മൾ കണ്ട ഇബിഡ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതിന്റെ അബ്രിവിയേഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻ ദ സെയിം പ്ലേസ്, previously cited reference and others same person. ഓക്കെ, ഈ ആൻഡ് അതേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എറ്റോൾ എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരിക്കലും ആൻഡ് അതേഴ്സ് അല്ല. സോ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, എ ആണ്, ഇൻ ദ സെയിം പ്ലേസ്, അതേ സമയം. ഓക്കെ, ദ അബ്രിവിയേഷൻ ഇബിഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ ടേം ഇബിഡം which means in the same place. In bibliographies or footnotes, ibid is used to refer to the same source that was cited immediately preceding it. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെന്റൻസ് ഒരാളെ സൈറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ആളെ തന്നെ സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പകരം യൂസ് ചെയ്യുന്നതാണത് ഇബിഡ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം അബ്രിവിയേഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഇബിഡ്. അത് വന്നത് ഇബിഡം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം ഇൻ ദ സെയിം പ്ലേസ് എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ആൻസർ നമുക്ക് കിട്ടി. 12th ക്വസ്റ്റിൻ്റെയും ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. 12 ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള MCQസിൻ്റെ റിവിഷൻസ് കാണാൻ വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.